സാറേ, രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ഒന്നിനു പുറകെ ഒന്നായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ മണ്ടത്തരമാണ്. ഇത് നമുക്ക് അറിയുകയും ചെയ്യാം. ഇപ്പോൾ പറയുന്നത് ഇന്ത്യൻ ആർമിയിൽ 10% വരുന്ന സവർണരാണ് ഭരണം നടത്തുന്നത്, അല്ലെ ഭരിക്കുന്നത്. എന്താ സാറിന് തോന്നുന്നത്? പൊട്ടനാണെന്ന് തന്നെ. കാരണം ഈ പട്ടാളത്തിലെ ഈ കരസേനയിലോ നാവികസേനയിലോ വ്യോമസേനയിലോ ജോലി ചെയ്യുന്ന ആളുകളുടെ ജാതിയും മതവും അത് തിരിച്ച് ഈ ഡാറ്റ എവിടെയാണുള്ളത്? അങ്ങനെ ഒരു ഡാറ്റ ഉണ്ടോ? ഇല്ല. അതിന് മറ്റേ ശേഷിയും ശേമുഷിയും ഒക്കെ ഉള്ള ആളുകളെ പരിശീലനം വഴിയല്ലേ തിരഞ്ഞെടുക്കുന്നത്. അതെ. അതല്ലാതെ SNDP NSS ഒക്കെ പറഞ്ഞിട്ടാണോ ആർമിയിലേക്കും സേനകളിലേക്ക് ആളുകൾ റിക്രൂട്ട് ചെയ്യുന്നത്? അല്ല. പിന്നെ നമ്മൾ ഈ പട്ടാളത്തിലൊക്കെ ഏതെങ്കിലും തരത്തിൽ ആ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, ഇതിൻ്റെ അകത്ത് എല്ലാത്തരം ആരാധനാലയങ്ങളും അതിൻ്റെ അകത്തുണ്ട്. ഗുരുദ്വാരയോ ക്ഷേത്രമോ അങ്ങനെയൊക്കെ അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച്. പക്ഷെ ഒരു ക്രിസ്ത്യാനി അടുത്ത കാലത്ത് അയാൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം പട്ടാളത്തിൻ്റെ അകത്ത് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് പട്ടാളത്തിൻ്റെ അകത്ത് പറഞ്ഞ് നടക്കാഞ്ഞിട്ട് പിന്നെ കോടതിയെ സമീപിക്കുകയൊക്കെ ചെയ്തിരുന്നു. കോടതി അതെടുത്ത് തള്ളിക്കളയുകയും ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സേനയുടെ അകത്ത് ഈ വക പരിപാടികൾ പറ്റില്ല, അതെല്ലാവരെയും ഉൾക്കൊണ്ടു പോകുന്ന സംഭവമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ ചൊവ്വാഴ്ച ബീഹാറിൽ കുടുംബ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പറഞ്ഞത് ഇന്ത്യയുടെ ജനസംഖ്യയിലെ 10% പട്ടാളത്തിനെ നയിക്കുന്നത്. 90% ദലിതുകൾ, മഹാദലിതുകൾ, പിന്നാക്കക്കാർ, തീവ്ര പിന്നാക്കക്കാർ, ഇവരൊക്കെ അതിൻ്റെ അകത്ത് അങ്ങനെയില്ല. പക്ഷേ ഇന്ത്യയുടെ ജനസംഖ്യയുടെ 90% ഇവരാണ്, പിന്നാക്കക്കാരും ഗോത്രവർഗക്കാരുമാണ്. എന്നിട്ട് അയാൾ പറഞ്ഞു 500% വലിയ കമ്പനികളിൽ ഇന്ത്യയിൽ 500 വലിയ കമ്പനികളിൽ ഇന്ത്യയിൽ പിന്നാക്കക്കാരില്ല. ഇതിൻ്റെയൊക്കെ ഡാറ്റ എവിടെ നിന്നുള്ളതാണ്? അത് അയാൾ പറയണ്ടേ. ഒന്നാമത് ഇയാൾ ഈ കാണിക്കുന്ന ഡാറ്റയൊക്കെ നമ്മൾ ഈ വോട്ട് ഇല്ലേ, വോട്ട് ചൊറി എന്ന് പറയുന്നതായിരിക്കും ശരി. ഈ ചർച്ചകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ, തല്ലിപ്പുള്ളി ഡാറ്റയാണെന്നുള്ളത്. പിന്നെ ഈ ഡാറ്റ ഉണ്ടാക്കി കൊടുത്ത അജയകുമാർ അയാൾ തെറ്റുപറ്റിയെന്ന് പറഞ്ഞ് ഏറ്റുപറയുകയും ചെയ്തു. അപ്പോൾ 90% ഈ പിന്നാക്കക്കാർക്ക് പ്രാബല്യമുള്ള ഇന്ത്യയാണ് ആവശ്യം, അവർക്ക് അന്തസ്സും ആഹ്ലാദവും കൊടുക്കണം. അത്തരം വാചകങ്ങളൊന്നും കുഴപ്പമില്ല. ഈ പട്ടാളത്തിലെ 10% ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടി? തെറ്റായിരിക്കും. പട്ടാളത്തിൽ 90% സോൾജിയേഴ്സും ഈ സാധാരണഗതിയിൽ പിന്നാക്ക സമുദായങ്ങളിൽ നിന്ന് തന്നെ വന്നവരാകാനാണ് സാധ്യത. BJP നേതാവ് സുരേഷ് നഖ്വ ഇതിനെ ചോദ്യം ചെയ്തു. അദ്ദേഹം പറഞ്ഞു പട്ടാളത്തിൽ ജാതിതരയാണ് ഇയാൾ, മോദിയോടുള്ള വെറുപ്പ് രാജ്യത്തോടുള്ള വെറുപ്പാക്കി മാറ്റിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞു. ഇയാൾ ഈ പട്ടാളത്തിനെ പറ്റി പോഴത്തം പറഞ്ഞതിന് ഓഗസ്റ്റിൽ സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയെ ശാസിച്ചിരുന്നു, ഓർക്കുന്നില്ലേ? ഇയാൾ പറഞ്ഞു ചൈനീസ് സേന അരുണാചൽ പ്രദേശിൽ ഇന്ത്യൻ പട്ടാളക്കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. 2000 ചതുരശ്ര കിലോമീറ്റർ അരുണാചൽ പ്രദേശിൽ ചൈന കൈയടക്കിയിട്ട് ഇന്ത്യ ഒരക്ഷരം പോലും ഉരിയാടിയില്ല. രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രക്കിടയിൽ പറഞ്ഞാണ്. തെറ്റാണ്, ഇങ്ങനൊരു സംഭവമേ ഇല്ല. പിന്നെ ചൈനീസ് സേന അരുണാചലിലെ ഇന്ത്യൻ പട്ടാളക്കാർ പേടിപ്പിച്ച് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പട്ടാളത്തിനെതിരായ പ്രസ്താവനയല്ലേ അത്? ഇന്ത്യൻ പട്ടാളക്കാരുടെ മനോവീര്യം തകർക്കുന്ന പ്രസ്താവനയുമാണ്. അതുകൊണ്ട് റിട്ടയർ ചെയ്തൊരു പട്ടാളക്കാരൻ കോടതി കൊണ്ടുപോയി മാനനഷ്ടത്തിന് കേസ് കൊടുത്തു. ആ കേസ് അന്ന് അലഹാബാദ് ഹൈക്കോടതി പരിഗണിച്ചില്ല. ആ കേസ് മറ്റേ പരാതി കൊടുത്തു, മാനനഷ്ട കേസ്. രാഹുൽ ഗാന്ധി അലഹാബാദ് ഹൈക്കോടതിയിൽ ഈ പരാതി റദ്ദാക്കാനായിട്ട് കൊണ്ടുപോയി ഒരു അപേക്ഷ കൊടുത്തു. അത് ഹൈക്കോടതി അനുവദിച്ചില്ല. അത് കഴിഞ്ഞാണ് സുപ്രീം കോടതിയിൽ ചെന്നത്. സുപ്രീം കോടതിയിൽ ദീപങ്കർ ദത്ത, അഗസ്റ്റിൻ ജോർജ് മാസി അവരുടെ ബെഞ്ചാണ് പറഞ്ഞത്, നിങ്ങളൊരു പൊതുപ്രവർത്തകനല്ലേ, ഇതിന് തെളിവെവിടെ? നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിന് ഈ 2000 കിലോമീറ്റർ പിടിച്ചതിനൊക്കെ തെളിവെവിടെ?
വിശ്വാസ്യത അല്ലേ എവിടെ? ഇപ്പോൾ ഈ ചിക്കൻ നെക്കിൽ എത്രയോ കിലോമീറ്റർ മോദി പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ ഒരു തല്ലിപ്പൊളി എന്താണ് ഗവേണൻസ് ന്യൂസോ ഗ്ലോബൽ ഗവേണൻസ് ന്യൂസ് എന്ന് പറഞ്ഞിട്ട് ആരും പരിഗണിക്കേണ്ടാത്ത ഒരു സൈറ്റിൽ വന്നൊരു സംഗതി മണ്ടത്തരം എടുത്തിട്ട് ചില ആളുകൾ വാർത്തയൊക്കെ ആക്കുന്നത് പോലെയാണിത്. ദീപങ്കർ ദത്ത, അഗസ്റ്റിൻ ജോർജ് മാസി പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ? നിങ്ങൾ യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ ഇതൊന്നും പറയില്ല എന്നാണ് രാഹുൽ ഗാന്ധിയെ ശാസിച്ചത്. എന്നിട്ടും ആൾ പഠിച്ചില്ല. പട്ടാളക്കാരെ പറ്റി പോഴത്തം പറഞ്ഞ് നടക്കരുത് എന്ന് പഠിച്ചിട്ടില്ല. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് അവിടെ നിഷാദ് സമുദായത്തിനൊപ്പം ഇയാൾ മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയിരുന്നു ഒരു പുഴയിൽ. അതിൻ്റെ ചിത്രമൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി BJPക്കാർ പറഞ്ഞത് ഈ ബൈക്ക് ഓടിച്ച് പൊല്യൂഷൻ ഉണ്ടാക്കുന്നതിലും നല്ലതാണ് വെള്ളത്തിൽ ഇറങ്ങുന്നത്. അവിടെ പിടിച്ച മീനിനേക്കാൾ വോട്ട് കുറവായിരിക്കും കോൺഗ്രസിന് അവിടെ കിട്ടും ബീഹാർ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് മീൻപിടുത്തമാണ് നല്ലത് എന്ന് പറഞ്ഞു. അപ്പോൾ രാഷ്ട്രീയത്തിൽ വരുന്നതിനേക്കാൾ നല്ലത് ജിലേബി വറുക്കലോ മീൻ പിടിക്കലോ ഒക്കെയാണെന്ന്. ഇയാളില്ലേ ആ ദീപാവലി സമയത്ത് എവിടെയോ ലഡ്ഡു ഉണ്ടാക്കാനോ അതിനകത്ത് കയറിയിരുന്നു. എത്രയോ വർഷമായിട്ട് നെഹ്റു കുടുംബത്തിന് ലഡ്ഡു കൊടുത്തിരുന്ന ഒരാളാണെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ജനതാദൾ മുൻ ഈ ജനതാദൾ നേതാവ് തേജ് പ്രസാദ് യാദവ് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. കിട്ടുന്ന വോട്ടിനേക്കാൾ കൂടുതൽ മീൻ കിട്ടി കാണും എന്ന് പറഞ്ഞത് BJP MP രവി കിഷൻ ആണ്. മല്ല സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി ആണ് രാഹുൽ ഗാന്ധി പുഴയിലിറങ്ങിയതെന്ന് മുകേഷ് സഹാനി, വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയുടെ നേതാവ്, അയാൾക്ക് 15 സീറ്റ് കൊടുത്തിട്ടുണ്ട്. സത്യത്തിൽ ഈ കരസേന, വ്യോമസേന, നാവികസേന എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ശക്തി അല്ലെ 140 കോടി ജനങ്ങളെ സംരക്ഷിക്കുന്നത് ശരിക്കും അവരാ. അത്തരത്തിലുള്ള ആൾക്കാരെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ഇയാൾ ചൈനീസ് ചാരനല്ലേ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗാൽവാൻ സംഘർഷങ്ങൾ നടക്കുമ്പോൾ ഇയാൾ ചൈനീസ് എംബസി പോയിട്ട് ചൈനീസ് സ്ഥാനപതിയെ കണ്ടില്ലേ? അത് കണ്ടു. ഇയാൾ രഹസ്യമായിട്ടാണ് കണ്ടെങ്കിലും ചൈനീസ് എംബസി അന്ന് പത്രക്കുറിപ്പ് ഇറക്കി. ആ പത്രക്കുറിപ്പ് ഇപ്പോഴും നെറ്റിൽ കിടപ്പുണ്ട്. ഇങ്ങനെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വന്ന് കണ്ടിരുന്നു, പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്തു എന്ന് പറഞ്ഞിട്ട് അല്ലേ? കോൺഗ്രസിൻ്റെ ഒരു ഓഫീസ് തുർക്കിയിലൊക്കെ തുറന്നില്ലേ? അപ്പോൾ തുർക്കിയുടെ കൂടെ, ചൈനയുടെ കൂടെ, പാകിസ്ഥാൻ്റെ കൂടെ ഒക്കെയാണ് ഇയാൾ നടക്കുക. അമേരിക്കയിൽ പോയാലും ഈ സോറോസിന് വേണ്ടിയിട്ടുള്ള പ്രസ്താവനകളൊക്കെയാണ് നടത്തുന്നത്. ഡീപ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇന്നും അയാൾ വോട്ട് ചോരി പത്രസമ്മേളനം അല്ലേ വോട്ട് ചോറി നടത്തി. എന്നിട്ട് ഗോപാലകൃഷ്ണൻ ഒരു തമാശ പറഞ്ഞിരുന്നു തൃശ്ശൂരിൽ. ഈ സുരേഷ് ഗോപിക്കെതിരെയൊക്കെ പരാതിയൊക്കെ ഉന്നയിച്ചപ്പോൾ കോൺഗ്രസ്സുകാരും ഒക്കെ വെറുതെ ആളുകളെ ഇല്ലേ രണ്ടിടത്തും ഒക്കെ ചേർത്തിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ വേണമെങ്കിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ ഞങ്ങൾ വേണമെങ്കിൽ കാശ്മീരിൽ നിന്നോ ഒക്കെ കൊണ്ടുവരും. ഇത് യാഥാർത്ഥ്യമാണ്. BJP ഇങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് ഈ വോട്ട് ചൊറി ഇതിൽ ഗോപാലകൃഷ്ണൻ്റെ ഈ പ്രസ്താവന ഇയാളെടുത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കിട്ടുന്ന സാധനം വെച്ചിട്ട് നെഗറ്റീവ് ഉണ്ടാക്കാനാണോ നോക്കുക? ഇയാളെ ആളുകൾ പറ്റിക്കുന്നതാണ്. ഇയാളുടെ കൂടെ നടക്കുന്ന ഈ ജയറാം രമേശിനെയും KC വേണുഗോപാലിനെ പോലുള്ള ആളുകളില്ലേ, ഇയാളെ ആളുകൾ പുച്ഛിക്കട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അല്ലെങ്കിൽ ഇന്ത്യൻ പട്ടാളത്തിൽ 10% ഈ ഇന്ത്യൻ പട്ടാളം മുഴുവൻ ഭരിക്കുന്നത് വരേണ്യരാണെന്നുള്ള ഡാറ്റ എവിടെ? ഇപ്പം നമ്മൾ ഇയാൾ ഡാറ്റ ഇല്ലാതെ മണ്ടത്തരം പറയുന്നത് മുമ്പ് എത്രയോ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇയാൾ പറഞ്ഞില്ലേ മറ്റേ ഇംഗ്ലണ്ടിൽ വെച്ചിട്ട് ട്രെയിനിൽ നിന്ന് ഗാന്ധിയെ സായിപ്പന്മാരെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞില്ലേ? വേറെ ചാനലുകളിൽ പോകുമ്പോൾ ഇയാൾ മണ്ടത്തരം ഒരുപാട് പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഷീലാ ദീക്ഷിതിന്റെ മകൻ സന്ദീപ് ദീക്ഷിതിനെ കൊണ്ട് ചെയ്യിച്ച പോഡ്കാസ്റ്റിലാണ് ഇത് പറഞ്ഞത്. അതിനകത്ത് ഈ ദക്ഷിണാഫ്രിക്കയിലെ നറ്റാലിലാണ് ഗാന്ധിയെ ഇറക്കി വിട്ടത്, ഇത് ഇംഗ്ലണ്ടിലാണ് ഇറക്കി വിട്ടത് എന്ന് പറഞ്ഞു. അത് മറ്റേ ആൾ തിരുത്തിയില്ല. സന്ദീപ് ദീക്ഷിത് എന്തുകൊണ്ട് തിരുത്തിയില്ല? ഇയാൾക്കിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണല്ലോ. അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് നിൽക്കുക ഒക്കെ ചെയ്യാം. പിന്നെ ഇയാൾ പോയി പ്രസംഗിച്ചു മറ്റേ ഞാനും എൻ്റെ കൂട്ടുകാരും സാവർക്കർ പറഞ്ഞതായിട്ട് കുറെ മുസ്ലിം യുവാക്കളെ തല്ലിച്ചതച്ചു, ഞങ്ങൾക്ക് വലിയ ആഹ്ലാദം തോന്നി എന്ന് സാവർക്കർ എഴുതിയിട്ടുണ്ടെന്ന് പ്രസംഗിച്ചു. അപ്പോൾ സാവർക്കറുടെ കൊച്ചുമകൻ
കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും ഒരു സംഗതി ചർച്ചയിൽ പറയുകയാണെങ്കിൽ അത് ഇന്നടുത്ത് ഇന്ന പേജ് നമ്പർ എന്നൊക്കെ പറയില്ലേ? വർഗീസ് കുര്യൻ എഴുതിയിട്ടുണ്ട് നെഹ്റുവിനെ പറ്റി, ഐ ടു ഹാഡ് എ ഡ്രീം, 37 മുതൽ 39 വരെ പേജ്. രാഹുൽ ഗാന്ധി പറയണ്ട ഇങ്ങനെ പറയുമ്പോൾ പറഞ്ഞു കൊടുത്തവരോട് ഇത് എവിടെയാണ് സവർക്കർ എഴുതിയിരിക്കുന്നത്? അടിസ്ഥാനമില്ല. സവർക്കറുടെ ആത്മകഥയിലും ഇല്ല, ഒരു സ്ഥലത്തും അങ്ങനെ സവർക്കർ പറഞ്ഞിട്ടതായിട്ടില്ല. ഇനി ഇയാൾ RSS കാരനായിരുന്നു ഗോഡ്സെ എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോയി മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പം മേലാൽ ഇത് പറയരുതെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. ഹിന്ദു മഹാസഭയെ RSSന് തീവ്രത പോരാന്ന് പറഞ്ഞിട്ട് RSS വിട്ടുപോയ ആളാണ് ഗോഡ്സെ. ഇങ്ങനെ ഈ വിവരമില്ലായ്ക ധാരാളം പറയാം. അടുത്ത കാലത്ത് വേറൊരെണ്ണം പറഞ്ഞില്ലേ, 2 പേര് സഞ്ചരിക്കുന്നു സ്കൂട്ടറിൽ അല്ലേ, അതിന്റെ മെറ്റൽ ഇത്രയേ ഉള്ളൂ, കാറിന് ഇത്രയും മെറ്റലുണ്ട് അതിൻ്റെ അകത്ത്, നിന്നിട്ടും 2 പേരെ സഞ്ചരിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആനമണ്ടത്തരം കുറെ പറഞ്ഞു. കുറെ പിള്ളേരോട് വിദേശത്ത് പോയിട്ട് അവർക്കിത് എന്താണെന്നൊരു പിടിപാടും കിട്ടിയില്ല. എന്തു പറഞ്ഞാലും എന്തെങ്കിലും മണ്ടത്തരമൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ്. ഇനിയും മനസ്സിലായിട്ടില്ല അയാൾക്ക് ഈ മണ്ടൻ ഡാറ്റകൾ കൊടുക്കുന്ന ആള് തന്നെ അല്ലേ, സഞ്ജയ് കുമാർ. അവർ തന്നെ എനിക്ക് തെറ്റുപറ്റി, ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ലിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് മാപ്പ് പറയേണ്ട ഒരു അവസ്ഥയുണ്ട്. മഹാരാഷ്ട്രയിലെ കണക്ക് തെറ്റ്, മഹാദേവ്പുരയിലെ കണക്ക് തെറ്റ്, കർണാടകയിൽ. മഹാദേവ്പുരയിലാണെങ്കിൽ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ BJP ആണ് ജയിക്കുന്നത്. കാരണം അത് വേറെ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ജോലി ചെയ്യുന്ന ബംഗളൂരിനോട് അടുത്ത് കിടക്കുന്ന മണ്ഡലമാണത്. മഹാദേവ്പുരയിൽ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് നിർത്തിയത് മുസ്ലിം സ്ഥാനാർത്ഥിയാണ്. അത് ഈ പോഴൻ പറയാത്ത കാര്യമാണ്. അപ്പോൾ മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ ഇപ്പുറത്തെ ഹിന്ദു ധ്രുവീകരണം നടക്കുന്നു, BJP സ്ഥാനാർത്ഥി ജയിക്കുന്നു അല്ലേ? BJP സ്ഥാനാർത്ഥി 3 തവണയും മോഹൻ തന്നെയായിരുന്നു, ഒരേ ആളായിരുന്നു. മറ്റേത് 2 പേരായിരുന്നു. 2 തവണ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് ആയിരുന്നു, പിന്നെ വേറൊരാളായിരുന്നു. അതുകൊണ്ടാണ് അവിടെ കോൺഗ്രസ്സുകാരൻ തന്നെ ഒരു ജയറാം റെഡ്ഡി, കാരണം ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന അവിടെ ബ്രൂവറീസിലും ഡിസ്റ്റിലറിയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ വേണ്ടിയിട്ട് ഒരു വലിയ ഹാള് പണിതിടുക. 30-35 പേര് കിടക്കുന്നു. അവർ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുമ്പോൾ 35 പേര് ഒരു കെട്ടിടത്തിൽ എന്ന് പറഞ്ഞുണ്ടാവും. 2 പേരൊക്കെയാണ് അതിൽ നിന്ന് വോട്ട് ചെയ്തിട്ടുള്ളത്. അവർ പിന്നെ ഇവിടം വിട്ടുപോകും, വേറെ എവിടെയെങ്കിലുമൊക്കെ ചേരും അവർ. അപ്പോൾ ഈ ജയറാം റെഡ്ഡി തന്നെ 10-50 കെട്ടിടങ്ങൾ ഇങ്ങനെ ഹോളുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അയാൾ കോൺഗ്രസ്സുകാരനുമാണ്. അങ്ങനെ ഒരു മണ്ഡലമാണ്. ഇയാളുടെ തന്നെ റായ്ബറേലിയില് വിലാസം 0 എന്ന് പറഞ്ഞിട്ട് വോട്ടർ പട്ടികയില്ലേ പല ആളുകളും. സ്വന്തം മണ്ഡലത്തിലെ കാര്യം നോക്കിയിട്ടല്ലേ മണ്ടത്തരം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആളുകൾ ശ്രദ്ധിക്കാതായി. ഇന്ന് ഇയാൾ പത്രസമ്മേളനം നടത്തുന്നുണ്ടെങ്കിൽ ഇത് എൻ്റർടൈൻമെൻറ്റ് പോലെയാണ്. നമ്മൾ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി കാണുന്നത് പോലെയാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചിരിക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് ആണ് കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.